നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതൊരു ചെറിയ കാര്യമാണ്, എന്നാൽ ഇതൊരു വലിയ കാര്യവുമാണ്. കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നാം, എന്നാൽ ആലോചിച്ചു നോക്കുമ്പോൾ വലിയ കാര്യവുമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മോട് സ്നേഹമുണ്ടോ എന്ന കാര്യം അവർ പോലും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവരുടെ മനസ്സിൽ നിന്നും അടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഞാൻ അവളോട് സംസാരിക്കുന്നതിനിടക്ക് അവളുടെ നാവിൽ നിന്നും അറിയാതെ വീണു പോയതാണ് ആ സത്യം എന്നൊക്കെ. അതുപോലെ ആ വ്യക്തി അറിയാതെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരാൾ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്ന് അറിയാതെ പറയുന്നത് മിക്കവാറും അവരുടെ ഉള്ളിലെ സത്യമായ കാര്യമായിരിക്കും. സത്യമായതുകൊണ്ടാണ് അവർ പോലും അറിയാതെ സംസാരത്തിനിടയ്ക്ക് ആ കാര്യം പുറത്തേക്ക് വരുന്നത്. പറയുമ്പോൾ അനുകൂലമായ സാഹചര്യമായിരിക്കണം. ടെൻഷനോ മറ്റു വിഷമങ്ങളോ അവർക്കുണ്ടാകാൻ പാടില്ല. അവരുടെ മാനസികാവസ്ഥ നല്ലതായിരിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് അവരെക്കുറിച്ചോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ചോ അവർക്ക് ദേഷ്യം വരുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു നോക്കൂ. ആ സ്പോട്ടിൽ അവരുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അറിയാം അവരുടെ സ്നേഹം. ഒന്നും മിണ്ടാതെ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് കാര്യമാക്കി എടുക്കാതിരിക്കുകയാണെങ്കിൽ, പുഞ്ചിരിയോടെ കേൾക്കുകയാണെങ്കിൽ, തമാശ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊന്നും പറയരുത് എന്ന് നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണെങ്കിൽ, ചെറിയ രീതിയിൽ മാത്രം നിങ്ങളെ ശകാരിക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണ്. അല്ലാതെ നിങ്ങളോട് അമിതമായി ദേഷ്യപ്പെടുകയും എപ്പോഴും ഇക്കാര്യം തന്നെ പറഞ്ഞു നിങ്ങളെ കുറ്റപ്പെടുത്തുകയുമാണെങ്കിൽ നേരെ മറിച്ചുമാണ്. കാരണം നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മുടെ ചെറിയ തെറ്റുകൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ആരുടേതാണെങ്കിലും തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. അനുകൂലമായ സാഹചര്യമാണെങ്കിൽ മാത്രമേ അതുമായി മുന്നോട്ടു പോകാവൂ.